രേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് തിരക്കഥാകൃത്തായിട്ടുള്ള സച്ചി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം അയ്യപ്പനും കോശിയും പോലുള്ള സിനിമകൾ, അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള അങ്ങനെ സിനിമകൾ ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന. ഡ്രൈവിംഗ് ലൈസൻസിന് അദ്ദേഹം കഥയും തിരക്കഥ സംഭാഷണവും മറ്റും മാത്രം കണ്ടുള്ളായിരുന്നു, സംവിധാനം ലാൽ ജൂനിയറോ മറ്റോ ആയിരുന്നു. പക്ഷേ അയ്യപ്പനും കോശിയുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് സച്ചി തന്നെയാണ്. അപ്പം സച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാണെങ്കിൽ സച്ചി ഇടയ്ക്കൊരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിഗൻറ്റ് എന്ന് പറയുന്ന പേരിൽ. അപ്പോൾ ഈ ബ്രിഗൻറ്റ് എന്ന് പറയുന്നതിനകത്ത് മമ്മൂക്കയും പൃഥ്വിരാജും എനിക്കൊന്ന് ആസിഫ് അലിയും ടൊവിനോ തോമസിനെയും പോലുള്ള മലയാളത്തിലെ മുൻനിര ഒട്ടുമിക്ക താരങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിഗൻറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ സച്ചി പ്ലാൻ ചെയ്തിരുന്നത്. അന്നത്തെ കാലത്തെ പത്രവാർത്തകളിലും മറ്റും ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ മമ്മൂക്ക അത്തരത്തിലുള്ളൊരു ചിത്രം സച്ചി പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ച് മമ്മൂക്ക എന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് മമ്മൂക്കയെ ഇരുത്തിക്കൊണ്ട് ഒരു എവിടെയോ ഒന്ന് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ബ്രിഗൻറ്റ് എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയെ നായകനാക്കി സച്ചി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അതിനകത്ത് പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടായിരുന്നെന്നും മമ്മൂക്കയോട് അത് സച്ചി പറഞ്ഞിട്ടില്ലായിരുന്നെന്നും മറ്റാണ്. എനിക്ക് തോന്നുന്നു അതൊരു കുറച്ചുകൂടെ പഴയ ഒരു എവിടെയോ ഏതോ ഒരു ചടങ്ങിലാണ് പൃഥ്വിരാജ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം, അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്, എന്നാലും വരുന്ന വാർത്തകൾ പ്രകാരം മമ്മൂക്കയെ നായകനാക്കി പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് കുറേ കാലം കൊണ്ട് മമ്മൂക്കയുടെ ആരാധകരും പൃഥ്വിരാജിൻ്റെ ആരാധകരും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ പൃഥ്വിരാജ് ലാലേട്ടനെ നായകനാക്കിയിട്ടുള്ള ലൂസിഫർ സിനിമ, അതുപോലെ ബ്രോ ഡാഡി, ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ഇതുകൂടെ ആകുമ്പോൾ ലാലേട്ടനെ നായകനാക്കിയിട്ടുള്ള 3 സിനിമയോളം പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് കഴിയും. എമ്പുരാനോടെ പൂർത്തിയായി റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തുകൊണ്ടൊരു മമ്മൂട്ടി ചിത്രം വൈകുന്നു എന്ന് ചോദിക്കുമ്പം പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള കഥകൾ, ഇപ്പോൾ മുരളി ഗോപി കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബ കഥയാണ് പറയാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പറയട്ടെ. നമുക്ക് ആദ്യമേ പറയാം, വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് പൃഥ്വിരാജ് മമ്മൂക്കയെ നായകനാക്കി ഒരുക്കാൻ പോകുന്നത് ഈ ബ്രിഗൻറ്റ് എന്ന് പറയുന്ന സച്ചി പ്ലാൻ ചെയ്ത സിനിമയാണെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു മൾട്ടി സ്റ്റാർ ചിത്രവും നമുക്ക് പറയാവുന്ന രീതിയിൽ മമ്മൂക്കയും പൃഥ്വിരാജും ആസിഫ് അലിയും ടൊവിനോയും പിന്നെ അതിനകത്ത് ഒട്ടുമിക്ക മുൻനിര താരങ്ങളും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ആ സിനിമയ്ക്കകത്ത്. അതായത് മമ്മൂക്കയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷ വാർത്തയാണ് ഇത്തരത്തിലുള്ളൊരു സിനിമ യാഥാർത്ഥ്യമായി മാറി. അതായത് പൃഥ്വിരാജ് ഒരുക്കുന്ന സിനിമ സച്ചിയുടെ കഥയിലും തിരക്കഥയിലും സംഭാഷണത്തിലും ഒരുക്കാൻ പോകുന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്ക തന്നെ നായകനായിട്ട് വരുമ്പോൾ ബ്രിഗൻറ്റ്. അതുപോലെ നമുക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒരുപാട് എനിക്ക് തോന്നുന്ന സിനിമാ സംബന്ധമായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലോ മറ്റോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സിനിമയുണ്ട്, ഡോക്ടർ മാഡ് എന്ന് പറയുന്ന സിനിമ. ഡോക്ടർ മാഡ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഡയറക്ടർ സിദ്ദിഖ് സാറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാര്യം അദ്ദേഹം അടുത്ത പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഡോക്ടർ മാഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഡോക്ടർ മാഡിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സിദ്ദിഖ് സാറിനോടൊപ്പം ഒരു വിദേശ മലയാളിയും കൂടെ ചേർന്നിട്ടാണ് അത് മുന്നോട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് ആ സിദ്ദിഖ് സാറിൻ്റെ മരണസമയത്തുള്ള പത്രവാർത്തകളിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഡോക്ടർ മാഡ് എന്ന് പറയുന്ന സിനിമയും ഏതാണ്ട് യാഥാർത്ഥ്യമാവുന്ന രീതിയിലേക്ക് വരികയാണ്. കാര്യം ആ വിദേശ മലയാളിയായിട്ടുള്ള അദ്ദേഹം അത് എഴുതി ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. അവർക്ക് താല്പര്യമുള്ള രീതിയിൽ, അതായത് സിദ്ദിഖ് സാർ ഒരു സിനിമ ഒരുക്കുന്ന ഏത് രീതിയിലാണോ അത്തരത്തിലുള്ളൊരു സിനിമ ഒരുക്കുന്ന ഒരു സംവിധായകനിലേക്ക് ആ ഒരു സ്ക്രിപ്റ്റ് എത്തിച്ചേരാനും മമ്മൂക്കയുടെ ഡോക്ടർ മാഡ് സംഭവിക്കാനും ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ 2 സിനിമകളും, അതായത് ബ്രിഗൻറ്റ് ആയാലും ഡോക്ടർ മാഡ് ആയാലും മമ്മൂക്കയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതീക്ഷ നൽകുന്ന 2 സിനിമകളാണ്. ഈ 2 സിനിമകളും യാഥാർത്ഥ്യമാകട്ടെ, മമ്മൂക്കയുടെ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക്